നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ആളാണോ അല്ലെങ്കിൽ വിൽക്കുന്ന ആളാണോ? റിയൽ എസ്റ്റേറ്റിൽ കൂടുതലായി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻകം ടാക്സ് റൂൾ പ്രകാരം നിങ്ങളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് റൂൾ നടപ്പിലായ ദിവസം മുതൽ നിരവധി മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രോപ്പർട്ടി വാങ്ങൽ വിൽക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും പൊതുജനങ്ങൾക്കും വലിയ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പോഴും രജിസ്ട്രേഷൻ കഴിയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഹോട്ട് ന്യൂസ്. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ട്രാക്കിംഗ് കുറച്ചുകൂടി ടൈറ്റ് ആക്കിയിരിക്കുകയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ, പാൻ കാർഡ് എന്നിങ്ങനെ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്? സർക്കാർ ഇനി എന്തെല്ലാം ട്രാക്ക് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രോപ്പർട്ടി പർച്ചേസ് ആൻഡ് സെയിലിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മുഴുവനായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണൂ. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. പറയുമ്പോൾ FD, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ് എന്നിങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ടെങ്കിലും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻകം ടാക്സ് ന്യൂ റൂൾ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണയായി ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു ബേസിക് ഫ്ലോ ഉണ്ട്. അതായത് നമ്മൾ പോയി ആ ഒരു പ്രോപ്പർട്ടി നോക്കുന്നു, അതിനുശേഷം ആ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ സെല്ലറിനോട് സംസാരിച്ച് ആ ഒരു ഡീൽ ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു ടോക്കൺ അഡ്വാൻസ് പേ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു സാധാരണ രീതിയിൽ ഫ്ലോ വരുന്നത്. പക്ഷേ ഇനി മുതൽ സർക്കാർ ആ ഒരു ട്രാക്കിംഗ് സിസ്റ്റം സ്ട്രോങ് ആക്കിയിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മുൻപ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ട് വാങ്ങുന്നു, സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നു. ആ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വലിയ ചിലവൊന്നും ആകില്ല. 15,000 രൂപയോ 20,000 രൂപയോ നൽകി നമുക്ക് ആ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യാവുന്നതാണ്. നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നത് ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഈ ഒരു തുകയ്ക്ക് വേരിയേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷമുള്ള രജിസ്ട്രേഷൻ കോസ്റ്റ് ആണ് കൂടുതലായി വരുന്നത്. ആ ഒരു രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ പോകുന്നത്. ആ ഒരു വിവരം റിപ്പോർട്ടിംഗ് തന്നെയാണ്. ഇതുവഴിയാണ് ആ ഒരു ലിമിറ്റിനുള്ളിൽ ഒരാൾ ആ ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യാനിരിക്കുന്നത് അല്ലെങ്കിൽ സെൽ ചെയ്യാനിരിക്കുന്നത്, അതുമല്ലെങ്കിൽ പർച്ചേസ് നടന്നു, ട്രാൻസാക്ഷൻ നടന്നു എന്നിങ്ങനെയുള്ള റിപ്പോർട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നു. കാരണം പാൻ നൽകി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാൻസാക്ഷൻ ട്രേസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ 2026 ഏപ്രിൽ 1 മുതൽ വന്ന പുതിയ ഇൻകം ടാക്സ് പ്രോപ്പർട്ടി റൂൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഇഷ്ടമായെന്ന് കരുതുക, ബയർ സെല്ലർ ഡോക്യുമെന്റ്സ് ആ ഒരു എഗ്രിമെന്റ് എല്ലാം ഓക്കെ ആയെന്ന് കരുതുക. നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യാൻ പോകുന്ന സമയത്താണ് ട്രാക്കിംഗ് ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ അതെന്താണെന്ന് വ്യക്തമായി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. മുൻപ് രജിസ്റ്റേർഡ് പ്രോപ്പർട്ടിയും അതും 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതും മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഒരു റിപ്പോർട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒരു കോമൺ ആയ സംശയമാണ്, എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഏത് ലിമിറ്റ് ക്രോസ് ചെയ്താലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അത് നമുക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാം. നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ട്, ആ ഒരു വാല്യൂ 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യപ്പെടും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ഇല്ല, പക്ഷെ വാല്യൂ 1 ലക്ഷത്തിന് മുകളിലാണെങ്കിലും അതും റിപ്പോർട്ട് ചെയ്യപ്പെടും. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുഴുവനായി റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന് നമുക്ക് പറയാം. ഇനി ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ഒരു വിവരങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നൽകുന്നത്. അതിനുശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ITR നോക്കി ക്രോസ് വെരിഫിക്കേഷൻ നടത്തുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്ത പർച്ചേസിന് റിട്ടേൺ ഉണ്ടോ, നിങ്ങൾ കൃത്യമായി കണക്ക് നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്നു. ഇൻ കേസ് നിങ്ങളുടെ ITR-ഉം നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി നൽകിയ പണവും തമ്മിൽ മാച്ച് ആയില്ലെങ്കിൽ
നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വരികയും ചെയ്യും. ആ ഒരു നോട്ടീസിന് നിങ്ങൾ കൃത്യമായി മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുറച്ചുകൂടി ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻ കേസ് നിങ്ങൾ ഒരു ലാൻഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. ഒരു ലാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നും കരുതുക. ആ ഒരു ലാൻഡിന് 15 ലക്ഷം രൂപയാണ് വിലയെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലാൻഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാൻഡ് വാങ്ങുന്നതിന്റെ ഭാഗമായി സ്റ്റാമ്പ് ഡ്യൂട്ടിക്കായി നിങ്ങൾ ഏകദേശം 15,000 റുപ്പീസ് നൽകേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന വ്യക്തിക്ക് നമ്മൾ റാം എന്ന് ഒരു പേര് നൽകാം. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ആ ഒരു വ്യക്തി ഒരു വലിയ കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു വലിയ സാലറി കിട്ടുന്ന ആളോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടാകില്ല. അപ്പോൾ എന്താണ് റാം ചിന്തിക്കുന്നത്? എന്റെ കയ്യിൽ പാൻ കാർഡ് ഇല്ല, സ്റ്റാമ്പ് ഡ്യൂട്ടിക്കായി ഞാൻ വെറും 15,000 രൂപയാണ് നൽകിയത്. ഇത് എങ്ങനെയാണ് സർക്കാർ അറിയുന്നത്? ഇത് എങ്ങനെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയുന്നത്? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റി. ഇനി അങ്ങനെ ഒന്നും നടക്കില്ല. ഇനി മുതൽ ഡിപ്പാർട്ട്മെന്റ് ആധാർ കാർഡ് ഉപയോഗിച്ചെങ്കിലും ഇത് ട്രാക്ക് ചെയ്യും. അതായത് നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 1 ലക്ഷം രൂപയാണോ 2 ലക്ഷം രൂപയാണോ അല്ലെങ്കിൽ അതിൽ താഴെയാണോ എന്നിങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും ട്രാക്ക് ചെയ്യപ്പെടും. അത് നിങ്ങൾ മറക്കരുത്. റിപ്പോർട്ടിംഗ് എന്നത് ഞാൻ പറഞ്ഞ ലിമിറ്റ് കഴിഞ്ഞാൽ പാൻ കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യവും റിപ്പോർട്ട് പോകും. അതായത് ട്രാക്കിംഗ് എന്നത് 15,000 സ്റ്റാമ്പ് ഡ്യൂട്ടി കഴിഞ്ഞാലും ട്രാക്ക് ചെയ്യപ്പെടും എന്നാണ്. പ്രോപ്പർട്ടി വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം സ്വാഭാവികമായ കാര്യമാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വെറും 595 രൂപ പ്രതിമാസം നൽകി നിങ്ങൾക്ക് പ്രീമിയം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവറേജ് ആണ് നേടാൻ സാധിക്കുന്നത്. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. 3 മണിക്കൂറിനുള്ളിൽ തന്നെ ക്ലെയിം സെറ്റിൽമെന്റും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾ ഈ ഒരു പ്രീമിയം എടുക്കുന്ന ആദ്യ വർഷത്തിൽ 15% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നത് മനസ്സിലാക്കി. ഇനി ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ വില 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പാൻ കാർഡ് നൽകണം എന്നത് പഴയ റൂളാണ്. പുതിയ നിയമപ്രകാരം പാൻ കാർഡിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ വാങ്ങുന്ന പ്രോപ്പർട്ടി 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാൻ കാർഡ് നൽകേണ്ടതുള്ളൂ. 20 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുന്നത്, അതായത് 15 ലക്ഷത്തിനോ 10 ലക്ഷം രൂപയ്ക്കോ ആണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുന്നത്, നിങ്ങൾക്ക് പാൻ കാർഡ് നൽകേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, 15,000 രൂപയ്ക്കോ 15,000 രൂപയ്ക്കോ സ്റ്റാമ്പ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ ട്രാക്ക് ചെയ്യപ്പെടുമെന്ന് ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ പറയുന്നു പാൻ ലിമിറ്റ് 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്നും പറയുന്നു. ഇവ രണ്ടും തമ്മിൽ എന്തോ കോൺട്രഡിക്ഷൻ ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സൈഡ് സർക്കാർ ടൈറ്റ് ട്രാക്കിംഗ് നടത്തുന്നത് പോലെ തോന്നുന്നു, മറു സൈഡ് ഒരു റിലാക്സേഷൻ നൽകുന്നത് പോലെയും നമുക്ക് തോന്നുന്നു. അതെന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ട്രാൻസാക്ഷനുകളെ കൂടുതൽ ടൈറ്റ് ആക്കി ട്രാക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ചെറിയ ട്രാൻസാക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എളുപ്പമാണ്. ITR ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താവുന്നതാണ്. പക്ഷേ വലിയ പുള്ളികൾ, അതായത് വലിയ പ്രോപ്പർട്ടി ഡീലുകൾ നടത്തുന്നവർ, വലിയ ട്രാൻസാക്ഷൻ നടത്തുന്നവർ, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ട്രാക്കിംഗ് സ്ട്രോങ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ച് റിപ്പോർട്ടിംഗ് ലിമിറ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പ്രകാരം പ്രോപ്പർട്ടി വാല്യൂ അനുസരിച്ച് റിപ്പോർട്ടിംഗ് നടക്കും. രജിസ്ട്രേഷൻ സമയത്ത് റിപ്പോർട്ടിംഗ് നടക്കും എന്ന കാര്യം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലും റിലാക്സേഷൻ ഉണ്ട്. മുൻപ് പ്രോപ്പർട്ടി വാല്യൂ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം 45 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ റിപ്പോർട്ടിംഗ് പോവുകയുള്ളൂ. അതിന് താഴെയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ഉണ്ടാകില്ല, പക്ഷേ ട്രാക്കിംഗ് ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത റൂളായ ക്യാഷ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇൻ കേസ് ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാണെങ്കിൽ 20,000 രൂപയ്ക്ക് മുകളിൽ ടോക്കൺ അഡ്വാൻസ് കൊടുക്കരുത്. 30,000 രൂപയോ 40,000 രൂപയോ നിങ്ങൾ ടോക്കൺ അഡ്വാൻസ് ആയി നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% പെനാൽറ്റി നൽകേണ്ടി വരും. അതായത് നിങ്ങൾ 40,000 രൂപ ക്യാഷ് അഡ്വാൻസ് ആയി കൊടുക്കുകയാണെങ്കിൽ 40,000 രൂപയും നിങ്ങൾക്ക് പെനാൽറ്റിയും നൽകേണ്ടി വരും.
20,000 രൂപ വരെയാണ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾ ടോക്കൺ അഡ്വാൻസ് ആയി ഒരു ക്യാഷ് അഡ്വാൻസ് ആയി 20,000 രൂപ വരെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഫോൺ പേ, ബാങ്ക് ട്രാൻസ്ഫർ, ഡിജിറ്റൽ പേയ്മെന്റ് എന്നിങ്ങനെ നൽകാവുന്നതാണ്. ഇത് കൊടുക്കുന്നവർക്ക് മാത്രമല്ല വാങ്ങുന്നവർക്കും ബാധകമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ട്രാക്കിംഗ് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് നോക്കാം. ഇത്ര വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു കൺട്രിയിൽ ഇത് വലിയ എളുപ്പമുള്ള കാര്യമല്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വഴി റിപ്പോർട്ട് ചെയ്യപ്പെടും. ഓരോ വർഷവും മെയ് 31 വരെയാണ് ഡെഡ് ലൈൻ ആയി വരുന്നത്. എല്ലാ രജിസ്ട്രാർമാരും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ടുകൾ കൃത്യമായി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മെയ് 31 ഡെഡ് ലൈൻ. AIS, TIS എന്നിങ്ങനെയുള്ള എല്ലാ സമ്മറീസും ഉണ്ടാകും. ഇനി നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് അപ്ഡേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങൾ ടാക്സ് നൽകേണ്ടതില്ല. ടാക്സ് ബാധകമാകുന്നത് പ്രോപ്പർട്ടി വിൽക്കുന്നവർക്കാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിയെന്ന് കരുതുക. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ 12 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്ന് കരുതുക. നിങ്ങൾക്ക് പ്രോഫിറ്റായി ലഭിച്ചത് 2 ലക്ഷം രൂപയാണ്. ആ ഒരു 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് നൽകേണ്ടതുണ്ട്. 2 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. 24 മാസം കഴിഞ്ഞാണ് നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതിലൂടെ നിങ്ങൾക്ക് ഏകദേശം 12.5% ടാക്സ് വരെ നൽകേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രോപ്പർട്ടി സെൽ ചെയ്യുന്നവർക്കാണ് ബാധകമാകുന്നത്. ഇനി പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ സാലറി, ലോൺ, ഗിഫ്റ്റ്, സേവിങ്സ് എന്നിവയെല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന് കൃത്യമായി നിങ്ങൾക്ക് അറിവുണ്ടാകണം. ITR ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം കൃത്യമായി ടാലി ആവുകയും ചെയ്യണം. ഇൻ കേസ് നിങ്ങൾ വാങ്ങിയ പ്രോപ്പർട്ടിക്ക് നിങ്ങൾ നൽകിയ ആ ഒരു പണത്തിന് പ്രൂഫ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം എവിടെയാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ 83.25% വരെ നിങ്ങൾക്ക് ടാക്സ് നൽകേണ്ടി വരും. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായി പറഞ്ഞു തരാം. നിങ്ങൾ 1 കോടി രൂപ നൽകി ഒരു പ്രോപ്പർട്ടി വാങ്ങി എന്ന് കരുതുക. നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനായി നൽകിയ 1 കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം 83,25,000 രൂപ വരെ ടാക്സ് നൽകേണ്ടി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുതിയ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.